നമസ്കാരം. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഇരുണ്ടതും ആഴത്തിലുള്ളതുമായ രഹസ്യങ്ങളിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. അതും ഏറ്റവും മികച്ച സിനിമാറ്റിക് ക്വാളിറ്റിയുള്ള ദൃശ്യവിസ്മയം തീർത്ത 7 അപൂർവ സിനിമകളിലൂടെ. നമ്മുടെ സ്വന്തം മനസ്സിനെക്കുറിച്ച് നമ്മളറിയാത്ത പല കാര്യങ്ങളും കണ്ടെത്താൻ ഈ യാത്ര നമ്മളെ സഹായിക്കും. കാൾ യുങ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ സങ്കീർണമായ തിയറികളാകും നിങ്ങൾക്ക് ഓർമ്മ വരിക, അല്ലേ? ആനിമ, ഇൻഡിവിജ്വേഷൻ, അങ്ങനെ പലതും. ഇതൊക്കെ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം അതുല്യമായ ദൃശ്യാനുഭവം തരുന്ന ചില ഡാർക്ക് സിനിമകളിലൂടെ കണ്ടറിയുന്നതാണ്. കാരണം ഇത്തരം സങ്കീർണമായ ആശയങ്ങൾ ഏറ്റവും നന്നായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ സിനിമകളിലല്ല, മറിച്ച് കുറച്ച് അസ്വസ്ഥജനകമായ മറക്കപ്പെട്ട ചില സിനിമകളിലാണ്. തുടങ്ങാൻ ഇതിലെ നല്ലൊരു പോയിന്റില്ല എന്ന് തോന്നുന്നു. സിങ്ക്രോണിസിറ്റി അഥവാ അർത്ഥവത്തായ യാദൃച്ഛികത. കേട്ടിട്ടുണ്ടോ? അതായത് ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്ന, എന്നാൽ ആഴത്തിൽ പരസ്പരം ബന്ധമുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ മനസ്സെന്നത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് യുങ് അടിവരയിട്ട് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതൊന്നാലോചിച്ചു നോക്കൂ. ദി ഡബിൾ ലൈഫ് ഓഫ് വെറോണിക്ക എന്ന സിനിമയില് പോളണ്ടിലുള്ള വെറോണിക്ക മരിക്കുമ്പോൾ ഫ്രാൻസിലുള്ള വെറോണിക് വല്ലാതെ സങ്കടപ്പെടുകയാണ്. താൻ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്തൊരു ജീവിതത്തെ ഓർത്താണ് അവൾ കരയുന്നത്. നമ്മുടെ ബോധമണ്ഡലത്തിന് പുറത്തും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ഈ അതിമനോഹരമായ സിനിമ നമ്മളെ കാണിച്ചു തരുന്നു. വാവ് അല്ലേ? ഇനി നമുക്ക് മനസ്സിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകാം. നേരെ ഇരുട്ടിലേക്ക്. ഇതാണ് ദ ഷാഡോ. നമ്മൾ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഉള്ളിലെ ദേഷ്യവും ക്രൂരതയും ആഗ്രഹങ്ങളുമൊക്കെയാണ് ഈ ഷാഡോ. ഇതൊരു സിനിമയിൽ എങ്ങനെയാണെന്നറിയാമോ? 1990-ലിറങ്ങിയ ദ റിഫ്ലക്റ്റിംഗ് സ്കിൻ നോക്കൂ. ഒരു ചെറിയ കുട്ടി മുതിർന്നവരുടെ ലോകത്തെ യാതനകളും ട്രോമകളും കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ ആ ഭയത്തെ മുഴുവൻ ഒരു വാമ്പയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. കാരണം മുതിർന്നവർക്ക് വേദനകളുണ്ടാകാമെങ്കിലും അവർക്കും സ്നേഹിക്കാൻ കഴിയുമെന്ന് ആ ചെറിയ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇങ്മർ ബർഗ്മാന്റെ അവർ ഓഫ് ദി വുൾഫ് ഓർത്തുനോക്കൂ. നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിലെ ക്രൂരതകളിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ എന്തു സംഭവിക്കും? ആ ഷാഡോ വെറുമൊരു തോന്നലല്ലാതായി മാറും. അത് രൂപം പ്രാപിക്കും, നമ്മളോട് സംസാരിക്കും, ഒടുവിൽ നമ്മളെ വിഴുങ്ങും. ഈ സിനിമയിലെ ജോഹാൻ ബോർഗിന് സംഭവിച്ചത് അതാണ്. സ്വന്തം ഷാഡോയെ അംഗീകരിക്കാൻ കഴിയാത്തവരെ അത് പൂർണ്ണമായും നശിപ്പിക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു ദുസ്വപ്നം. യുങ് എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഈ ഷാഡോയിലൂടെ തന്നെ കടന്നു പോകണമെന്ന്. ദ പിയാനോ എന്ന സിനിമ ഇതിനൊരു ഗംഭീര ഉദാഹരണമാണ്. സ്വന്തം ശബ്ദം നഷ്ടപ്പെട്ട് ദേഷ്യവും ആഗ്രഹങ്ങളും ഒരു പിയാനോയിലൂടെ മാത്രം പുറത്തുകൊണ്ടുവരുന്ന അട. അവളിലെ ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുമ്പോൾ അവസാനം അവൾ പൂർണ്ണതയിലെത്താൻ കൊടുക്കുന്ന വില അത് വളരെ വലുതാണ്, ക്രൂരവുമാണ്. ഓർമ്മകളുടെ സങ്കീർണതകളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് ആക്റ്റീവ് ഇമാജിനേഷൻ എന്താണെന്ന് നോക്കാം. തുറന്ന കണ്ണുകളോടെ സ്വപ്നം കാണുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ അപബോധ മനസ്സിലെ രൂപങ്ങൾ അവരുടേതായ നാടകം കളിക്കുന്നത് നമ്മൾ പൂർണ്ണബോധത്തോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ. ഡേവിഡ് ക്രോണൻബർഗിന്റെ സ്പൈഡർ എന്ന സിനിമ ഇതിന്റെ ഏറ്റവും മികച്ചൊരു സിനിമാറ്റിക് ഉദാഹരണമാണ്. സ്വന്തം അമ്മയെ കൊന്നത് താനാണെന്ന സത്യം മറച്ചുവെക്കാൻ സ്കീറ്റ്സോഫ്രീനിയ ഉള്ളൊരു മനുഷ്യൻ ആ ഓർമ്മകളെ രണ്ടാക്കി മാറ്റാണ്. ഒന്ന് വളരെ ശാന്തയായ മിസസ് ക്ലെഗ്, മറ്റൊന്ന് അപകടകാരിയായ യോവോൺ. നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ കളിക്കുന്ന കളികൾ നോക്കണേ. അപ്പോൾ ഈ സങ്കടങ്ങൾ അല്ലെങ്കിൽ വിലാപങ്ങൾ പാതി വഴിയിൽ നിന്നുപോയാൽ, പൂർണ്ണമാകാതെ വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് ഒരു കോംപ്ലക്സ് രൂപപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ വളരുന്ന, എന്നാൽ സ്വയം നിയന്ത്രണമുള്ള ഒരു ജീവനുള്ള ഘടകമാണത്. ജോനാഥൻ ഗ്ലേസറുടെ ബേർത്ത് എന്ന സിനിമ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തന്റെ മനുഷ്യ ഭർത്താവിന്റെ പുനർജന്മമാണെന്ന് പറഞ്ഞ് ഒരു 10 വയസ്സുകാരൻ വരികയാണ്. സത്യത്തിൽ അതൊരു പുനർജന്മമൊന്നുമല്ല. അവളുടെ മനസ്സ് ആ വേർപാട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതുകൊണ്ട് ആ പൂർണ്ണമാകാത്ത ദുഃഖത്തിൽ നിന്നും അവളുടെ തന്നെ അബോധമനസ്സ് സൃഷ്ടിച്ചെടുത്തൊരു രൂപമാണ് ആ കുട്ടി. ഈ സിനിമയില് നിക്കോൾ കിഡ്മാന്റെ അതിഗംഭീരമായൊരു സീനുണ്ട്. യാതൊരു കട്ടുമില്ലാതെ 3 മിനിറ്റ് നീളുന്നൊരു ക്ലോസപ്പ് ഷോട്ട്. കുഴിച്ചിട്ടൊരു കോംപ്ലക്സ് നമ്മുടെ മാനസിക നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഒരാളുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, ആ സിനിമാറ്റിക് ബ്രില്യൻസ്, അത് കണ്ടുതന്നെ അറിയണം. മൈൻഡ് ബ്ലോയിങ് ആണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ത് സംഭവിക്കും? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബാധിക്കപ്പെടുന്നത്. ട്രൂ പൊസഷൻ.
യുങ് ഇതിനെക്കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹബന്ധത്തിൽ നമ്മുടെ പങ്കാളിയിൽ നമുക്ക് കിട്ടാതെ പോയ ഗുണങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ അബോധ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കും. ഇതിനെയാണ് ആനിമ അല്ലെങ്കിൽ ആനിമേസ് എന്ന് പറയുന്നത്. 1981 ഇറങ്ങിയ പൊസഷൻ എന്ന സിനിമ കാണിക്കുന്നത് അതാണ്. ശരിക്കും ഒരു പേടിപ്പിക്കുന്ന ദൃശ്യാനുഭവം. അന്ന് തന്റെ അനിമേസിനെ ഒരു ഭീകരരൂപിയാക്കുമ്പോൾ മാർക്ക് തന്റെ അനിമയെ മറ്റൊരു ടീച്ചറിലൂടെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. സ്വന്തം മനസ്സിന്റെ ഇരുണ്ട ചിന്തകൾ കാരണം രണ്ടുപേർ പൂർണ്ണമായും നശിച്ചുപോകുന്നത് ഇതിൽ കാണാം. അവരുടെ ഉള്ളിലെ മനുഷ്യത്വം പോലും ഇല്ലാതാകുന്നു. എന്ത് ഭയാനകമാണല്ലേ. ശരി, നമുക്കിതൊന്ന് ചുരുക്കാം. നമ്മളിപ്പോൾ കണ്ട ഈ 7 അത്യുജ്വലമായ സിനിമകൾ വെറും വിനോദത്തിനു വേണ്ടിയുള്ളതല്ല കേട്ടോ. അവ നമ്മൾ ആരാണെന്ന് കാണിച്ചു തരുന്ന കണ്ണാടികളാണ്. കാൾ യുങ് പറഞ്ഞതുപോലെ നമ്മൾ ചിഹ്നങ്ങളെ വായിക്കുകയല്ല, ആ ചിഹ്നങ്ങൾ നമ്മെയാണ് വായിക്കുന്നത്. അപ്പോ ഇന്നത്തെ അവലോകനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സിനിമകളിലെ യാദൃശ്ചികതകളും ഭയവും കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത തോന്നിയോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് സിനിമയുടെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ഷാഡോ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുന്നതാണ്. ചിന്തിക്കേണ്ട വിഷയമാണല്ലേ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.